രാത്രി ലൈവില് ജിൻഡോ, ഋഷി, അൻസിബ, ശ്രീരേഖ ഇവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ടോപ്പിക് നമ്മുടെ ഗബ്രിയാണ്. ഗബ്രി ഇപ്പൊ അവിടെ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ നാടകമാണെന്നാണ് ശ്രീരേഖ പറയുന്നത്, അൻസിബയും. അപ്പൊ ഋഷിക്ക് ആണെന്നുണ്ടെങ്കിൽ സംശയമാണ്. ഋഷി ഇവര് പറയുന്നത് ഇരുന്ന് കേൾക്കാണ്. ജിൻഡോയും പറയുന്നുണ്ട് അവന്റെ അസല നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അവനിത് അഭിനയിച്ചു കൂട്ടാണെന്നാണ് പറയുന്നത്. ശ്രീരേഖ അതിന് തെളിവുകളും പറയുന്നുണ്ട്. ഇന്ന് ആ റാപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ആ സോങ്ങിന്റെ വരികൾ എഴുതാൻ വേണ്ടി ഞാൻ അവനെ കൽപ്പിച്ചൂട്ടി വിളിച്ചതാണ്. അവന്റെ മൈൻഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ വരികൾ എഴുതാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഞാൻ അവനും കൂടിയാണ് ആ സോങ് മുഴുവൻ എഴുതിയുണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവന്റെ മൈൻഡ് ഓക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത് എന്നാണ് ശ്രീരേഖ ചോദിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടും അവൻ കൂളായിട്ട് നിന്നിട്ട് ആക്ഷൻ കാണിക്കാനും പാട്ട് പാടാനും ഒക്കെ അവൻ നിന്നു. ഒരു മൈൻഡ് ഓക്കെ അല്ലാത്ത വ്യക്തിക്ക് ഇത്രയും നന്നായിട്ട് ആ റാപ്പ് പാടാൻ സാധിക്കില്ല, അവിടെ നിന്ന് ആ ഒരു ആക്ഷനും ഇതൊക്കെ കാണിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവിടെയും അവൻ തോറ്റു പാളീസായി എന്നാണ് ശ്രീരേഖ പറയുന്നത്. അപ്പൊ അൻസിബ പറയുന്നുണ്ട്, ഞാൻ വരികൾ എഴുതാനായിട്ട് അവിടേക്ക് വന്നേനെ, പക്ഷെ എന്നെ കൊണ്ട് എഴുതിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവൻ മാക്സിമം ശ്രമിക്കുമായിരുന്നു, എനിക്കത് മനസ്സിലായി, അതുകൊണ്ടാണ് പിന്നീട് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് എന്ന് അൻസിബ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരേഖയും പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ബിഗ് ബോസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ കൽപ്പിച്ചു കൂട്ടി അവന്റെ അടുത്ത് പോയിരുന്നതും അവന്റെ അടുത്ത് എഴുതാൻ പറഞ്ഞതും അവൻ പാടാൻ പറഞ്ഞതും ഒക്കെ ഞാൻ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ്. അവനൊരു പ്രശ്നവുമില്ല, അവനൊരു പ്രോബ്ലവുമില്ല, മൈൻഡിന് അവനൊരു പ്രശ്നവുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് അവൻ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നപ്പോൾ അവന്റെ അടുത്ത് ഞാൻ വെള്ളം വേണോ, ജാസ്മിനെ വിളിക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നോക്കിയ സമയത്ത് അവിടെ കിച്ചണിൽ ജാസ്മിൻ നിൽപ്പുണ്ട് അവനെ നോക്കിക്കൊണ്ട്. ജാസ്മിന്റെ അടുത്ത് പോയി പറഞ്ഞു, അതെ അവനെ ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, നീ ഒന്ന് പോയി നോക്കിയേക്ക് എന്ന് പറഞ്ഞു. ജാസ്മിൻ കൂളായിട്ട് കുഴപ്പമൊന്നുമില്ല, അത് അവൻ തന്നെ ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ രണ്ടുപേരും അവിടെ ഒരുമിച്ചിരിക്കുന്നു. അവനോ ഛർദ്ദിക്കാനായിട്ട് ഓടുമ്പോൾ അവന്റെ പിന്നാലെ അവര് ഓടുന്നു. ഇതൊക്കെയാണ് കണ്ടത്. സത്യത്തിൽ ഒരു ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ശരിയാവില്ല, 3-4 ദിവസത്തേക്ക് പൊന്തില്ല. പക്ഷെ ഇവിടെ ഒരു ബ്രേക്കപ്പും ഇല്ല, ഒരു ചുക്കും ഇല്ല, 2 എണ്ണം കിടന്ന് ഇവിടെ നാടകം കാണിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, ശരിയാണ്, അതുകൊണ്ടാണല്ലോ ഞാനത് പറഞ്ഞത് എന്ന് ജിൻഡോയും പറയുന്നുണ്ട്. എന്തായാലും ശ്രീരേഖ അതിന് ഉദാഹരണങ്ങളും കുറെ പറഞ്ഞുകൊണ്ടാണ് ശ്രീരേഖ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സംഭവം ശരിയാണ്, അവിടെ മൈൻഡ് ഓക്കെ അല്ലാത്ത ആൾക്ക് എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് വരികൾ എഴുതാനായിട്ട് സാധിക്കുന്നത്, പാട്ട് പാടാൻ സാധിക്കുന്നത്? അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ മൈൻഡിനൊരു പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് ഇത് തന്നെ ധാരാളം എന്നാണ് ശ്രീരേഖ പറയുന്നത്.